ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഹെന്ന നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ കുറച്ച് ആയുർവേദിക് ഇലകളാണ്. ആ ഇലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൂവാങ്കുരുന്നില, ചവന്നാറി, ഇതിന് ചില സ്ഥലങ്ങളിൽ നിത്യകല്യാണി എന്നും പേരുണ്ട്. തുളസിയില, പനിക്കൂർക്കയില, കറ്റാർവാഴ, പേരയില, വെറ്റില, പൂവാങ്കുരുന്നില, അതിന് പൂവാങ്കറന്തൽ എന്ന് ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. മൈലാഞ്ചിയില, കറിവേപ്പില, ഇതൊക്കെയാണ് ഇതിനാവശ്യമുള്ള ഇലകൾ. അതിനായി നമ്മൾ ഇത് ഹെന്ന തയ്യാറാക്കാനായിട്ട് ആദ്യം നമ്മളൊരു പാത്രത്തിൽ നമുക്ക് ആവശ്യാനുസരണം വെള്ളം എടുത്ത ശേഷം അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ചേർക്കാം. പിന്നീട് 2 ടീസ്പൂണ് ഉലുവ, കരിഞ്ജീരകം 2 ടീസ്പൂൺ, ഇവയെല്ലാം ഇട്ട് നന്നായി തിളച്ച ശേഷം അതിലേക്ക് നമ്മൾ ഈ ആയുർവേദിക് ഇലകൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത ശേഷം ഇതിന് യഥാർത്ഥ പരുവം എന്ന് പറയുന്ന ഈ ഇലകളെല്ലാം തിളച്ച് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആവില്ല. ആ ഒരു പരുവാണ് ഇതിന്റെ സത്തല്ല ഇലകളുടെ ഇറങ്ങി വരുന്നത്. അതാണ് അതിന്റെ യഥാർത്ഥ പരുവം. അതിനുശേഷം പിന്നീട് പറയുന്നത് നന്നായിട്ട് തിളച്ച് ആ ഇലകളുടെ എല്ലാം കളർ ചേഞ്ച് ആകുന്നത് പിന്നെ വെട്ടിത്തിളക്കില്ല. ആ ഒരു പരുവം ഇതിന്റെ ഇതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് പാകമായിട്ടുണ്ടെന്ന്, ഹെന്ന തയ്യാറാക്കുന്നതിനായിട്ടുള്ള ഈ മിശ്രിതം. പിന്നീട് അത് ഓഫ് ചെയ്ത ശേഷം നന്നായി തണുത്ത ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റാം. അതിനുശേഷം നമ്മൾ ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത ശേഷം അതിലേക്ക് ഒരു പാക്കറ്റ് ഹെന്ന പൗഡർ ഇടുക. പിന്നീട് ആംല പൗഡർ 2 ടേബിൾ സ്പൂൺ, ഷിക്കാക്കായി പൗഡർ 2 ടേബിൾ സ്പൂൺ ഇടുക. പിന്നെ ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുക. 2 ടീസ്പൂണ് തൈര്, ഇവയെല്ലാം ഇട്ട ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിശ്രിതം ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കട്ടയില്ലാതെ നമ്മളത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത ശേഷം ഇതിന് കറക്റ്റ് ആ ഒരു പരുവം എന്ന് പറയുന്നത് അതിനകത്തിലേക്ക് നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത ശേഷം ഒരുപാട് അത് ലൂസാകാനും പാടില്ല, എന്നാൽ ഒരുപാട് ടൈറ്റ് ആകാനും പാടില്ല. അതാണ് അതിന്റെ യഥാർത്ഥ പരുവം. അപ്പൊ അതിനുശേഷം ഇത് ഫുള്ള് നമ്മൾ കവർ ചെയ്ത് ഓവർനൈറ്റ് നമ്മൾ വെക്കുക. അടുത്ത ദിവസം രാവിലെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഈ ഹെന്ന മിക്സ് ചെയ്തെല്ലാം നന്നായി കറുത്തിട്ടുണ്ടാകും. അതിലേക്ക് 2 അല്ലെങ്കിൽ 3 ഡ്രോപ്പ് നാരങ്ങ നീര് കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിത് നമ്മുടെ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഷാംപൂ ചെയ്ത് നല്ലതായി ഡ്രൈ ആയ ശേഷം മാത്രം ഇത് നമ്മൾ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത ശേഷം ഏകദേശം 1.5 മണിക്കൂറാണ് നമ്മൾ മാക്സിമം നമ്മൾ ഇരിക്കേണ്ടത്. 1.5 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ വരെ ഇരുന്നാലും ഒന്നുകൂടെ നല്ലതാണ് നമ്മുടെ മുടിക്ക് നന്നായി നല്ല കളറ് വരാനായിട്ട്. ഇത് ചെയ്ത ശേഷം നമ്മുടെ ഹെയർ നമ്മൾ നോർമൽ വാഷ് ചെയ്താൽ മാത്രം മതിയാകും. അല്ലാതെ നമ്മൾ പിന്നെ ഷാമ്പു ഒന്നും ചെയ്യാൻ പാടില്ല. ഷാമ്പു ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ കളർ ഫുള്ളങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, എത്രയും നന്നായി കളറ് കാണുമെന്ന് പറയാൻ പറ്റില്ല. ഏകദേശം ഒരു ബർഗണ്ടി വൈൻ നിറമായിരിക്കും ഇത് ചെയ്ത ശേഷം വരുന്നത്. നോർമൽ ഹെയർ വാഷ് ചെയ്യുക, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഏകദേശം നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് പിന്നീട് ഷാമ്പു ഇട്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞങ്ങൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഞങ്ങൾക്ക് 3 പേർക്ക് വേണ്ടിയുള്ള ഹെന്നയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻറ്റിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.
ഗായ്സ്, ഈ വീഡിയോയുടെ റെസിപ്പിയും ഈ വീഡിയോയുടെ ഡബിങ്ങും എല്ലാം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മേഘയുടെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് മേഘ. See the dreams barely glow. Fingers reach for nothing, just the wind that I know. Ocean tide crashing in the chest waves break. Still